വാണിയൻകുളം കൺവെൻഷൻ പെന്തക്കോസ്തിന്റെ തനിമയിൽ ആത്മശക്തിയുടെ നിറവോടെ ദൈവത്താൽ നടത്തപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 13 മുതൽ 19 വരെ വാണിയൻകുളം അവിൽമിൽ റോഡിന് സമീപം നടക്കുന്നു. ദേവദാസന്മാരായ ജി രാജു, ജെയ്സ് പാണ്ടനാട്, ലിബിൻ കാക്കനാട്, ബിനു പൗലോസ്, ബൈജു തിരുവനന്തപുരം, സുനി ഐക്കാട്, കെ രഞ്ജിത്ത്, സന്തോഷ് കമ്പം എന്നിവർ വചന പ്രഘോഷണം നടത്തുന്നു. ഓൾമൈറ്റി വർഷിപ്പ് ടീമിനൊപ്പം സംഗീത സാന്ദ്രമായ ആരാധനയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനകളും ഈ മഹായോഗത്തിന്റെ സവിശേഷതയാണ്. ആത്മീയ ഉണർവിന്റെ ഈ വചന വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9946862010. മായന്നൂർക്കാവ് താലപ്പൊലി മഹോത്സവം സുരക്ഷിതമാക്കാൻ മൈനർ കമ്മിറ്റിയുടെ അവലോകന യോഗം ചേർന്നു. ഏപ്രിൽ 4-നാണ് ശ്രീകുറുമ്പ ഭഗവതിക്കാവിലെ പ്രസിദ്ധമായ താലപ്പൊലി മഹോത്സവം നടക്കുന്നത്. മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതിക്കാവ് താലപ്പൊലി മഹോത്സവം സമാധാനപരമായി നടത്തുന്നതിനായി മൈനർ കമ്മിറ്റികളുടെ അവലോകന യോഗം ചേർന്നു. ഏപ്രിൽ 4 നടക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മായന്നൂർ കൊണ്ടാഴി ദേശങ്ങളിലെ മൈനർ കമ്മിറ്റികളെ ഉൾപ്പെടുത്തിയാണ് യോഗം സംഘടിപ്പിച്ചത്. പഴയന്നൂർ CI സുധിലാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എന്നാൽ എല്ലാ തരത്തിലുള്ള പ്രൗഢിയോടുകൂടി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഈ ഓരോ ചെറുപ്പങ്ങളിലും ഈ ഓരോ ചെറിയ ചെറിയ ആ കൂട്ടങ്ങളെയും നിയന്ത്രിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഈ തന്നിരിക്കുന്ന പോലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്നത് കാരണം ഇലക്ഷൻ ഒബ്സർവർ എന്നൊരു സംഭവമുണ്ട്. തീർച്ചയായും ഈ തരുന്നതിൻ്റെ കോപ്പിയെല്ലാം ഞങ്ങൾ ഇലക്ഷൻ്റെ ഒബ്സർവർ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ തവണ നല്ലപോലെ നടന്നുവെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അതിനേക്കാൾ മികച്ചതായിട്ട് നടക്കണം. അതിനെന്തെല്ലാം ചെയ്യണമെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. എവിടൊക്കെയാണ് വിഷയങ്ങളുണ്ട്, അതായത് ഏറ്റവും ഇത് സമാധാനമുള്ളിടത്താണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രോഗ്രാം പോകുന്നത് എല്ലാ രീതിയിലും. അപ്പോൾ നമുക്കിവിടെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും പല തരത്തിലുള്ള ആളുകൾ വരികയാണ്. അപ്പോൾ അവരെല്ലാം ആ ആഘോഷത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാകാറില്ല. അതിനെന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിവിടെ ചർച്ച ചെയ്യണം. പിന്നെ കഴിഞ്ഞ തവണ എന്തെങ്കിലും പോരായ്മകളായിട്ട് തോന്നിയായിരുന്നു. പ്രത്യേകിച്ചും നമുക്ക് വൺ ഓർഡറാണ് മെയിൻ. കാരണം ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം, അത് മദ്യപൻ്റെ ശല്യമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതാവാം, അല്ലെങ്കിൽ ആനയുടെ വിഷയങ്ങളാവാം. അപ്പോൾ അതൊക്കെ പലതരം ഇതുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടാവാതെ ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഈ ആഘോഷങ്ങളെല്ലാം ഈ അമ്പലത്തിലെത്താം. ഉത്സവകാലത്തെ തിരക്കും സുരക്ഷയും പരിഗണിച്ച് കമ്മിറ്റികൾ പാലിക്കേണ്ട കർശനമായ മാർഗനിർദ്ദേശങ്ങൾ CI നൽകി. മുൻവർഷങ്ങളിലെ അനുഭവങ്ങൾ കണക്കിലെടുത്ത് ഇത്തവണ കൂടുതൽ വിപുലവും എന്നാൽ സമാധാനപരവുമായ രീതിയിൽ ആഘോഷങ്ങൾ ക്രമീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ASI സുനിൽ, ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ PK പ്രകാശൻ, K സുരേഷ്, വിവിധ ദേശീയ കമ്മിറ്റി പ്രതിനിധികളായ AK സുനിൽ, രാജേഷ് മുതലംചിറ, MP വിമൽകുമാർ, C പരമേശ്വരൻ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. നാടിന്റെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഉത്സവം ഉറപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ഉത്സവത്തോടനുബന്ധിച്ച് നിരീക്ഷണം നടത്തിയ ഏറ്റവും നല്ല ഇതിൽ ആ ക്ലബ്ബായി കണ്ടുപിടിച്ച് സൗഹൃദ ക്ലബ്ബാണ്. അത് ഉള്ളാട്ടുകളാണ് വരുന്നത്. അവർക്ക് നാളെ ഈ സ്റ്റേജിൽ വെച്ചിട്ട് ആളുടെ വക ഒരു ഉപഹാരവും ഒരു പൊന്നാടയും അണിയിക്കുന്നുണ്ട്. അത് ഈ 2026 അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിക്ക് അടുത്ത വർഷം 2027 താലപ്പൊലിയോടനുബന്ധിച്ച് നൽകാമെന്നാണെന്ന് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഒരു ദേശത്തിന് മാത്രമായി നൽകരുത്, അത് കൊണ്ടായി ദേശത്തിനും കൂടി ശരിക്കും ചെയ്യണം. 2025 അദ്ദേഹം എന്തായാലും മായന്നൂർ ദേശ കമ്മിറ്റിയുടെ സെലക്റ്റഡ് ആയ ഒരു കമ്മിറ്റി കണ്ടെത്തി അവർക്കൊരു മെമൻ്റോ ഒരു പൊന്നാടി അണിയിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് കൊണ്ടായി ദേശത്തിനും വേണം. കാരണം വെച്ചാൽ നമ്മുടെ ഈ മൈനർ കമ്മിറ്റികളുടെ പ്രോഗ്രാം നല്ല അടുക്കും ചിട്ടയാവുമ്പോൾ നമുക്ക് നല്ലതാണ്. അതിനുവേണ്ടി നല്ലൊരു പ്രോത്സാഹനം നൽകി ഞാൻ അദ്ദേഹത്തെ കൂടി ഈ വേദിയിൽ അഭിനന്ദിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. CCV ന്യൂസ്, മായന്നൂർ.